നമസ്കാരം. പ്രധാന വാർത്തകൾ. അവധി ദിനങ്ങളിലെ മുങ്ങിമരണങ്ങൾ തുടർക്കഥയാകുന്നു. ചന്ദ്രാപിന്നിയിലും കൊടകരയിലും വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. പഴയന്നൂരിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് 5 വയസ്സുകാരി മരിച്ചു. സംസ്ഥാനത്ത് സൂര്യാഘാത സൂര്യതപ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ചൊവ്വാഴ്ച വരെ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. തിരുവോരങ്ങളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾക്കും ശീതളപാനീയങ്ങൾക്കുമെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഭൂരിഭാഗം സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് അനുമതിയില്ലാതെയെന്ന് കണ്ടെത്തൽ. ഓപ്പറേഷൻ കോൾ ഡബിൾ പദ്ധതി പ്രകാരം ചെയ്ത നെൽകൃഷി കൊയ്ത്തിനു മുൻപേ വെള്ളത്തിലാവുമെന്ന് ആശങ്ക. രണ്ടാം ഭൂവിളവെടുപ്പ് പൂർത്തിയാകും വരെ വിള ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കണമെന്ന് കർഷകർ. ന്യൂസിലാൻഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊടുങ്ങല്ലൂർ സ്വദേശിനി അൻസിയുടെ മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലെത്തിക്കും. ഖബറടക്കം ചേരമാൻ ജുമാ മസ്ജിദിൽ. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറത്ത് കൂട്ടുകാരുമൊത്ത് കുളത്തിൽ കുളിക്കാനിറങ്ങിയ +2 വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. കയ്പമംഗലം 12 സ്വദേശി പള്ളിപ്പറമ്പിൽ മൊയ്തീൻകുട്ടിയുടെ മകൻ 17 വയസ്സുള്ള ജാസിമാണ് മരിച്ചത്. കണ്ണമ്പുള്ളിപ്പുറം വായനശാലയ്ക്ക് വടക്കുവശമുള്ള സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ 7 അംഗ സംഘമാണ് കുളിക്കാനിറങ്ങിയത്. 1 ഏക്കർ വിസ്തൃതിയുള്ള കുളത്തിൽ ഇറങ്ങിയ 2 പേർ ചെളിയിൽ താഴ്ന്നു പോവുകയായിരുന്നു. കൂടെയുണ്ടായിരുന്നവർ ചേർന്ന് ഒരാളെ രക്ഷപ്പെടുത്തിയെങ്കിലും ജാസിം താഴ്ന്നുപോയി. കൂട്ടുകാർ പറഞ്ഞതനുസരിച്ച് നാട്ടുകാർ കുളത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീട് നാട്ടികയിൽ നിന്ന് വന്ന ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ 2:30 മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. പരിക്കേറ്റ രാഹുലിനെ മൂന്നുപേടികയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് ജാസിം. കൊടകര കാരൂരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. കൊടകര സഹൃദയ കോളേജ് വിദ്യാർത്ഥിയായ മാനന്തവാടി കല്ലോടി മച്ചുകുഴിയിൽ 20 വയസ്സുള്ള അശ്വിൻ ജോസാണ് മുങ്ങിമരിച്ചത്. ഞായറാഴ്ച വൈകുന്നേരം 5:30 കൂട്ടുകാരായ 7 പേർ ചേർന്ന് കാരൂർ അമ്പലക്കുളത്തിൽ കുളിക്കുന്നതിനിടയിലാണ് അപകടം. കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചു വരികയായിരുന്നു. മൃതദേഹം ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പഴയന്നൂരിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് 5 വയസ്സുകാരി മരിച്ചു. പഴയന്നൂർ പറക്കുളം പുത്തൻപീടികയിൽ മുഹമ്മദ് റാഫിയുടെ മകൾ ഫിദുവാണ് മരിച്ചത്. മുഹമ്മദ് റാഫിയുടെ ഭാര്യ ഷമീറ, മക്കളായ ഫർസാന, ഫസില, ഓട്ടോ ഡ്രൈവർ പ്രദീപ് എന്നിവർക്കാണ് പരിക്ക്. ഇവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് 4:30 അപകടം. തൃശൂരടക്കം 5 ജില്ലകളിൽ അടുത്ത 2 ദിവസം താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഈ മാസം കേരളത്തിൽ 118 പേർക്ക് സൂര്യാഘാതം ഏറ്റെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം 55 പേർക്ക് സൂര്യാഘാതമേറ്റു. സൂര്യാഘാതം സംഭവിക്കുന്നത് ഒഴിവാക്കാൻ പകൽ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. രോഗബാധിതർ ഈ സമയത്ത് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും കുട്ടികളെ അവധി പ്രമാണിച്ച് വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ 11 മുതൽ 3 വരെ കുട്ടികൾക്ക് നേരിട്ട് ചൂട് ഏൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശമുണ്ട്. അങ്കണവാടി കുട്ടികൾക്ക് ചൂട് ഏൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ അതത് പഞ്ചായത്ത് അധികൃതർക്കും അങ്കണവാടി ജീവനക്കാർക്കും പ്രത്യേകം നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നു. വേനൽ കടുക്കുന്നു. തെരുവോരങ്ങളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾക്കും ശീതള പാനീയങ്ങൾക്കുമെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഭൂരിഭാഗം സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് അനുമതിയില്ലാതെയെന്ന് കണ്ടെത്തൽ. വേനൽ ചൂട് തീവ്രമായതോടെ ശീതളപാനീയ കടകളും ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങളും കൂണുകൾ പോലെയാണ് പൊന്തിയിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷനോ അനുമതിയോ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ഭൂരിഭാഗം വിൽപ്പന കേന്ദ്രങ്ങളിലും വൃത്തിഹീനമായ വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ജ്യൂസിന് ഉപയോഗിക്കുന്നത് ചീഞ്ഞ പഴങ്ങൾ, ഷെയ്ക്കിന് ഉപയോഗിക്കുന്നത് കാലാവധി കഴിഞ്ഞ പാൽ. കരിമ്പിൻ ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങളും വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. പ്രമുഖ ശീതളപാനീയ കമ്പനികളുടെ പേരിനോട് സാദൃശ്യമുള്ള കോളകളും വിപണിയിൽ സുലഭം. ഇത്തരം ഉൽപ്പന്നങ്ങൾ വിറ്റാൽ കൂടുതൽ ലാഭം കിട്ടുമെന്നതാണ് ഇവയോട് വ്യാപാരികൾക്ക് പ്രിയം തോന്നാൻ കാരണം. BIS മുദ്രയുള്ള കുപ്പിയിലെ വെള്ളമേ ജ്യൂസ് തയ്യാറാക്കാൻ ഉപയോഗിക്കാവൂ എന്നതാണ് നിയമം. മാലിന്യം കലർന്ന വെള്ളം ഉപയോഗിക്കുമ്പോൾ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കും. മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് എന്നിവ പിടികൂടാൻ സാധ്യതയുണ്ട്. ക്യാൻസറിന് കാരണമാകുന്ന റോഡമിൻ B ചേർത്ത ചോക്കുമിഠായി വിൽപ്പന നടത്തിയത് കഴിഞ്ഞ ദിവസം ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തിയിരുന്നു. പുറമേ നിന്ന് ഭക്ഷണവും ശീതളപാനീയങ്ങളും ഫാസ്റ്റ് ഫുഡും വാങ്ങി ഉപയോഗിക്കുമ്പോൾ കരുതൽ വേണമെന്നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. TCV തൃശൂർ. ജില്ലയിലെ കോൾനിലങ്ങളിൽ കൃഷിവകുപ്പിന്റെ ഓപ്പറേഷൻ കോൾ ഡബിൾ പദ്ധതി പ്രകാരം ചെയ്ത നെൽകൃഷി കൊയ്ത്തിനു മുൻപേ വെള്ളത്തിലാവുമെന്ന് ആശങ്ക. രണ്ടാം വിളവെടുപ്പ് പൂർത്തിയാകും വരെ വിള ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കണമെന്ന് കർഷകർ.
ജില്ലയിലെ കോൾനിലങ്ങളിൽ ഇത്തവണ രണ്ടാം പൂക്കൃഷി ഇറക്കിയത് മാർച്ച് പകുതിയോടെയാണ്. ജൂൺ പകുതിയോടെയേ ഇത് കൊയ്യാനാവൂ. അതായത് കാലവർഷം പതിവനുസരിച്ച് തുടങ്ങിയാൽ രണ്ടാം പൂക്കൃഷി വെള്ളത്തിലാവും. വിള ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിലും മെയ് 31 വരെയേ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹതയുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത്. രണ്ടാം പൂവിളവെടുപ്പ് പൂർത്തിയാകുന്നതുവരെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ രണ്ടാം പൂകൃഷിക്കായി കർഷകർ ചെലവഴിച്ച സംഖ്യയും സബ്സിഡി ഇനത്തിൽ സർക്കാർ ചെലവഴിച്ച സംഖ്യയും വൃഥാവിലാകും. കൃഷിവകുപ്പിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി പല പാടശേഖര സമിതികളും പൊതുയോഗ തീരുമാനം പോലും ഇല്ലാതെയാണ് രണ്ടാം പൂ കൃഷി ഇറക്കിയത്. 3 വർഷമായി ഇരുപ്പൂ കൃഷി തുടരുന്ന പുറത്തൂർ പടവ് പാടശേഖര സമിതി മാത്രമാണ് രണ്ടാം പൂ കൃഷി വിജയിപ്പിക്കാനാവുമെന്ന പ്രതീക്ഷയിലുള്ളത്. മെയ് 15ഓടെ പുറത്തൂർ പടവിൽ കൊയ്ത്ത് നടത്താനാവും. ഇരുപ്പൂ കൃഷി ഇറക്കണമെന്ന തീരുമാനം മുൻപേ എടുത്ത് 2 പൂവിനും മൂപ്പ് കുറഞ്ഞ മനുരത്ന വിത്തുകളാണ് ഈ പടവിൽ കൃഷി ഇറക്കിയത്. പുറത്തൂർ പടവ്, ആലപ്പാട്ട് പടവ്, പുത്തൻകോൾ, പുള്ളുപടവ്, ചെറുകോൾ, മണലൂർ താഴം പടവ് തുടങ്ങി നിരവധി പാടശേഖരങ്ങളിൽ രണ്ടാം പൂ കൃഷി ഇറക്കിയിട്ടുണ്ട്. ഒന്നാം പൂ സെപ്റ്റംബർ 30-നകവും രണ്ടാം പൂ ജനുവരി 30-നുള്ളിലും കൃഷി ഇറക്കുക, 100 ദിവസത്തിൽ താഴെ മൂപ്പും ഗുണമേന്മയുമുള്ള നെൽവിത്തുകൾ കൃഷിക്കായി ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശരിയായ ആസൂത്രണത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും നടപ്പാക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ കോൾഡബിൾ നെൽകൃഷിയുടെ സുവർണ കാലം തിരികെ എത്തിക്കുമെന്ന് തന്നെയാണ് കർഷകരുടെ പ്രതീക്ഷ. TCV ന്യൂസ്, തൃശൂർ. ന്യൂസിലൻഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട അൻസിയുടെ മൃതദേഹം തിങ്കളാഴ്ച ഖബറടക്കും. നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുന്ന മൃതദേഹം ഭർത്താവ് തിരുവള്ളൂർ പൊന്നാത്ത് അബ്ദുൾ നാസറിന്റെ വീട്ടിലാണ് ആദ്യം എത്തിക്കുക. തുടർന്ന് അൻസിയുടെ കുടുംബം താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുപോകും. രാവിലെ 10-ന് മേത്തല കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് രാവിലെ 11 മണിക്ക് ചേരമാൻ ജുമാ മസ്ജിദിൽ ഖബറടക്കും. ട്രെയിനുകൾ വൈകി ഓടുന്നത് തുടരുന്നു. യാത്രക്കാർ ദുരിതത്തിൽ. എറണാകുളം അങ്കമാലി പാതയിലെ ട്രാക്കിൽ അറ്റകുറ്റപ്പണി മൂലമാണ് തീവണ്ടികൾ വൈകുന്നത്. പല ട്രെയിനുകളും മണിക്കൂറുകൾ വൈകിയാണ് ഓടുന്നത്. എറണാകുളം ഗുരുവായൂർ പാതയിലെ പാസഞ്ചർ ട്രെയിൻ ഒരാഴ്ചയായി റദ്ദാക്കിയിരിക്കുകയാണ്. ഏപ്രിൽ 25 വരെ അറ്റകുറ്റപ്പണികൾ തുടരും എന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അറ്റകുറ്റപ്പണികൾ ഇല്ലാത്തതിനാൽ ഈ ദിവസങ്ങളിൽ മാത്രമായിരിക്കും ട്രെയിനുകൾ സമയക്രമം പാലിക്കുക. മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞ്. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകളിലേക്ക്. അവണൂരിൽ തലയിൽ ചക്ക വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. ലോട്ടറി വിൽപ്പനക്കാരനായ കിരാലൂർ ഒറയാമ്പുറത്ത് വീട്ടിൽ കൃഷ്ണൻ മകൻ 67 വയസ്സുള്ള ശങ്കരൻകുട്ടിയാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ അവണൂർ ആൽത്തറ സെന്ററിലെ ചായക്കടയിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി വാഹനത്തിൽ കയറിയതും തൊട്ടടുത്ത പ്ലാവിൽ നിന്ന് ചക്ക തലയിൽ വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ശങ്കരൻകുട്ടിയെ നാട്ടുകാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഉച്ചയോടെ മരിക്കുകയായിരുന്നു. തിരുവില്ലാമലയിൽ വയോധികയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുമ്പളക്കോട് ഭജനമഠം പിരിച്ചുകെട്ടുമാക്കിൽ പരേതനായ കൃഷ്ണന്റെ ഭാര്യ തങ്കമ്മയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് കുളിക്കാൻ എത്തിയവർ കരയിൽ വസ്ത്രങ്ങൾ കിടക്കുന്നത് കണ്ട് സംശയം തോന്നി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പഴയന്നൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എടമുട്ടം പാലപ്പെട്ടിയിൽ കുടുംബവഴക്കിനെ തുടർന്ന് മകനെയും മരുമകളെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പിതാവ് അറസ്റ്റിൽ. പാലപ്പെട്ടി വെയർഹൌസ് റോഡിൽ കണ്ണംകുളം വീട്ടിൽ മണിലാലാണ് അറസ്റ്റിലായത്. വലപ്പാട് SI വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. മകൻ ലിനോയ്, മരുമകൾ കുഞ്ഞുമോൾ എന്നിവരെ ആക്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് സംഭവം. മണിലാലും മകൻ ലിനോയും തമ്മിൽ മദ്യപിച്ച് പതിവായി വഴക്കിടാറുള്ളതായി പറയുന്നു. കഴിഞ്ഞ ദിവസം തർക്കത്തിനിടെ മണിലാൽ മകനെ വെട്ടുകത്തിക്കൊണ്ട് ആക്രമിക്കുകയായിരുന്നു.
ഇത് തടയാനുള്ള ശ്രമത്തിനിടെ മരുമകൾ കുഞ്ഞുമോൾക്കും വെട്ടേറ്റു. ഇരുവർക്കും തലയ്ക്കാണ് പരിക്കേറ്റത്. രണ്ടുപേരെയും കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വലപ്പാട് പോലീസ് മണിലാലിനെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പരിക്കേറ്റ ഇരുവരും ഇതിനകം അപകടനില തരണം ചെയ്തു കഴിഞ്ഞു. ഏങ്ങണ്ടിയൂരിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ദേശീയപാതയോരത്തെ മരത്തിലിടിച്ച് ക്ലീനർക്ക് പരിക്കേറ്റു. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി കോടൂർ വീട്ടിൽ അഭിജിത്തിനാണ് പരിക്കേറ്റത്. പുലർച്ചെ 1 മണിയോടെ ഏങ്ങണ്ടിയൂർ ദേശീയപാതയിൽ ആശാൻ റോഡിന് തെക്ക് ഭാഗത്തായിരുന്നു അപകടം. എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വളം കയറ്റി പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും തകർന്നു. നിയന്ത്രണം വിട്ട ലോറി മരത്തിൽ ഇടിച്ചയുടൻ ഡ്രൈവർ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അപകട സമയത്ത് ഉറങ്ങുകയായിരുന്ന ക്ലീനർ അഭിജിത്ത് പൂർണ്ണമായും തകർന്ന ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. നാട്ടിക ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വാതിൽ വെട്ടിപ്പൊളിച്ചാണ് അഭിജിത്തിനെ പുറത്തെടുത്തത്. ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവില്ലാമല പഴയന്നൂർ പാതയിൽ വേട്ടേക്കരം ക്ഷേത്രത്തിന് സമീപം വാഹനാപകടം. ഗുരുതരമായി പരിക്കേറ്റ കരുനാഗപ്പള്ളി സ്വദേശി ഷംനാഥിനെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേലക്കരയിൽ നിന്നും അന്തിമഹാകാളങ്കാവ് വേലയ്ക്ക് ഹൽവ കച്ചവടം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഷംനാഥ് ഓടിച്ചിരുന്ന വാഹനത്തിൽ തിരുവില്ലാമലയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ആദിത്യ ബസ് ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഷംനാഥിനെ നാട്ടുകാർ പഞ്ചായത്തിന്റെ ആംബുലൻസിൽ തിരുവില്ലാമല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഇനി ജനവിധി 2019. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വരവേൽക്കാനായി TCV പ്രൊമോ വീഡിയോ സജ്ജമാക്കി. ചുവരെഴുത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ പ്രൊമോ വീഡിയോയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് രംഗചേതന നാടക പ്രവർത്തകനും കലാസംവിധായകനുമായ ഫ്രാൻസിസ് ചിറയത്താണ്. ജിയോ സണ്ണി സംവിധാനവും ഷിബി പോട്ടൂർ ക്യാമറയും ആന്റണി പോൾ ഗ്രാഫിക്സും നിർവഹിച്ചു. TCV തെരഞ്ഞെടുപ്പ് കാഴ്ചകളുടെ കണ്ണും കണ്ണാടിയുമെന്ന ആശയം മുൻനിർത്തിയാണ് പ്രൊമോ വീഡിയോ സജ്ജമാക്കിയിട്ടുള്ളത്. പുല്ലൂർ നിയോജകമണ്ഡലത്തിലെ മണിയൻകിണർ ആദിവാസി കോളനിയിൽ സ്വീപ്പിന്റെ ഭാഗമായി വിവിപാറ്റ് വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തലും തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണവും നടന്നു. ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ TV അനുപമ ഉദ്ഘാടനം ചെയ്തു. 150ഓളം വരുന്ന ആദിവാസികൾ സ്വീപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പുതിയ മെഷീൻ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തി. ജില്ലാ നോഡൽ ഓഫീസർ PD സിന്ധു, പട്ടികജാതി വികസന ഓഫീസർ സന്തോഷ് കുമാർ, ഊരുമൂപ്പൻ കുട്ടൻ, തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വോട്ട് നമ്മുടെ അവകാശമാണെന്ന അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി പുഴയ്ക്കലിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനികളുടെ നേതൃത്വത്തിൽ നടന്ന ഫ്ലാഷ് മോബിൽ നിരവധി വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു. ജില്ലാ കളക്ടർ TV അനുപമ അടക്കം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. നിർമ്മാണത്തിൽ അപാകതയെന്ന് ആരോപണം. അളഗപ്പ നഗർ കാപ്പുകുളം റോഡിലെ നവീകരണ പ്രവർത്തനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. കൃത്യമായ അളവിൽ മെറ്റലും മറ്റ് സാമഗ്രികളും ഉപയോഗിക്കാതെ നടത്തിയ കട്ടവിരിയാണ് നാട്ടുകാർ തടഞ്ഞത്. 200 മീറ്റർ ദൂരത്തിലാണ് റോഡിൽ കട്ട വിരിക്കുന്നത്. പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതലാണ് കട്ട വിരിക്കൽ ആരംഭിച്ചത്. 50 മീറ്ററോളം ദൂരത്തിൽ കട്ട വിരിച്ചു കഴിഞ്ഞപ്പോഴാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കരാറിൽ പറഞ്ഞ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. താഴ്ന്ന പ്രദേശമായ ഇവിടെ ക്വാറി വേസ്റ്റ് ഇട്ട് ഉയർത്തിയതിനു ശേഷമാണ് റോഡ് നവീകരിക്കുന്നത്. ക്വാറി വേസ്റ്റിൽ ഉൾപ്പെട്ട വലിയ കല്ലുകൾ നീക്കം ചെയ്യാതെ അതിനു മുകളിലാണ് കട്ടവിരിക്കൽ നടത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇത്തരത്തിൽ കട്ടവിരിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ റോഡ് തകരുമെന്നും നാട്ടുകാർ പറഞ്ഞു. ബന്ധപ്പെട്ട അധികാരികൾ പരിശോധന നടത്തിയ ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോയാൽ മതിയെന്ന് നാട്ടുകാർ നിലപാടെടുക്കുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി സ്ഥലത്തെത്തി വിരിച്ച കട്ടകൾ തിരിച്ചെടുപ്പിച്ചു. അപാകതകൾ പരിഹരിച്ച് ടൈൽസ് വിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് കരാറുകാരന് പ്രസിഡന്റ് നിർദ്ദേശം നൽകി. TCV പുതുക്കാട്. ഇടവേള.
സ്നേഹം ഞാനെന്നും പറയാതറിഞ്ഞതും ഉള്ളം പോലും വാചാലമാകും ഈ നിമിഷം. ഇത് അച്ഛന്റെ സെലക്ഷനാണ്. ഓരോ ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലുക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. ഒന്നിനു പിറകെ ഒന്നായി രോഗങ്ങൾ കാർന്നു തിന്ന ശരീരവുമായി നരകയാതന പേറുന്ന പെയിന്റിംഗ് തൊഴിലാളി സുമനസ്സുകളുടെ സഹായം തേടുന്നു. 3 പീടിക പടിഞ്ഞാറ് വാടക വീട്ടിൽ താമസിക്കുന്ന മതിലകം സ്വദേശി കല്ലൂപ്പറമ്പിൽ സുലൈമാനാണ് സഹായത്തിന് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പനിയും ചുമയുമായിരുന്നു തുടക്കം. ക്ഷയരോഗമെന്ന് കരുതി ചികിത്സ തുടരുന്നതിനിടെ പനി മൂർച്ഛിക്കുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും തിരുവനന്തപുരം RCCയിൽ എത്തിച്ചപ്പോഴാണ് ശ്വാസകോശത്തിൽ അർബുദമാണെന്ന് തിരിച്ചറിയുന്നത്. ഇതിനായി റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കെ വലതുകാലിന് മരവിപ്പ് അനുഭവപ്പെട്ടു. ഇതോടെ അർബുദ ചികിത്സ മതിയാക്കി കാലിന്റെ അസുഖമറിയാനായി വീണ്ടും തൃശൂർ മെഡിക്കൽ കോളേജിൽ തന്നെ വന്നു. ഞരമ്പിലൂടെയുള്ള രക്തപ്രവാഹം നിലച്ചിരിക്കുന്നുവെന്നും ഉടനടി മുറിച്ചു മാറ്റിയില്ലെങ്കിൽ കാൽ പൂർണ്ണമായും മൃതമാവുമെന്നും ഡോക്ടർമാർ വിധിയെഴുതി. ഇതേ തുടർന്ന് 2 ആഴ്ച മുന്നേ കാല് മുട്ടിനൊപ്പം മുറിച്ചു മാറ്റി. ഭാര്യ സുലേഖ മാത്രമാണ് സുലൈമാന് തുണയായിട്ടുള്ളത്. നിത്യച്ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന കുടുംബം വീട്ടുവാടകയും ചികിത്സയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ കണ്ണീരിൽ കഴിയുകയാണ്. ഇവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഫെഡറൽ ബാങ്ക് മതിലകം ശാഖയിൽ 169600096897 എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ അയക്കേണ്ടതാണ്. TCV കയ്പമംഗലം. തൃശൂർ തെക്കേമഠം ഏർപ്പെടുത്തിയിട്ടുള്ള ശങ്കരപത്മ പുരസ്കാരം പ്രശസ്ത സംഗീതജ്ഞൻ പത്മഭൂഷൺ ഡോക്ടർ TV ഗോപാലകൃഷ്ണന് സമ്മാനിച്ചു. സമാദരണ സദസ്സ് ആർട്ടിസ്റ്റ് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്കൃത പണ്ഡിതനുള്ള രാഷ്ട്രപതിയുടെ അവാർഡിന് അർഹനായ ഡോക്ടർ PC മുരളി മാധവനെയും ആർട്ടിസ്റ്റ് നമ്പൂതിരിയെയും മഠം ആദരിച്ചു. പത്മശ്രീ ഡോക്ടർ TA സുന്ദർമേനോൻ, തെക്കേമഠം മാനേജർ വടക്കുംപാട്ട് നാരായണൻ, കുന്നം വിജയൻ എന്നിവർ സംസാരിച്ചു. നെന്മിനിമംഗലമില്ലത്തെ പാർവതി അന്തർജനം വിടവാങ്ങിയപ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനുമായി ഏറെ പ്രയത്നിച്ച വ്യക്തിത്വമാണ് ഓർമ്മയാകുന്നത്. പിറവത്തിനടുത്ത് മാൽപ്പിള്ളിയില്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെയും നങ്ങേരി അന്തർജനത്തിന്റെയും മകളായി 1927 പാർവതി അന്തർജനത്തിന്റെ ജനനം. പഠനകാലം മുതൽക്ക് തന്നെ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടണമെന്ന പുരോഗമന ആശയത്തിൽ ഏറെ ആകൃഷ്ടയായ പാർവതി അന്തർജനം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി അഹോരാത്രം പോരാടിയ അതുല്യയായ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. ചേറ്റുപുഴ നെന്മിനിമംഗലത്ത് കുമാരൻ നമ്പൂതിരിയുമായി 18-ാം വയസ്സിലായിരുന്നു പാർവതി അന്തർജനത്തിന്റെ വിവാഹം. ചേറ്റുപുഴ സരസ്വതി വിലാസം LP സ്കൂൾ അധ്യാപികയായി ജോലി ചെയ്ത പാർവതി അന്തർജനം അധ്യാപനത്തിനിടയിലും സ്ത്രീ ഉന്നമനത്തിനായുള്ള തന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. പെൺകുട്ടികളെ സ്കൂളിലെത്തിക്കാൻ വീടുകളിലെത്തി യാചിച്ചിട്ടുണ്ട് ഈ മഹത് വ്യക്തിത്വം. യാചനായാത്രയുടെ ശ്രമഫലമായി തൃശൂരിലെ നമ്പൂതിരി വിദ്യാർത്ഥിനി സദനത്തിൽ 78 വിദ്യാർത്ഥിനികൾ പഠിക്കാനെത്തിയത് വലിയ നേട്ടമായിരുന്നു. EMS, VT, MRB, പാർവതി നെന്മിനിമംഗലം, ആര്യ പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നിലയങ്കോട് തുടങ്ങി നമ്പൂതിരി സമുദായത്തിലെ പുരോഗമന ചിന്താഗതിക്കാരുടെ പ്രവർത്തനങ്ങൾ പാർവതി അന്തർജനത്തിന്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചു. ഒരായുസ് മുഴുവൻ സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഒഴിഞ്ഞുവെച്ച പാർവതി അന്തർജനം പ്രേംജിയുടെ ഋതുമതി എന്ന നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്പൂതിരി സമുദായത്തിനകത്തെ അനാചാരങ്ങൾക്കെതിരെയും പരിഷ്കരണത്തിനുമായി ഏറെ യത്നിച്ചവരിലെ പ്രധാനിയാണ് കഴിഞ്ഞ ദിവസം വിടവാങ്ങിയത്. ചേറ്റിപ്പുഴ നെന്മിനിമംഗലം തറവാട്ടിലായിരുന്നു സംസ്കാരം. TCV തൃശൂർ. ആനയൂട്ട് മാത്രമല്ല, തെരുവു മക്കളുടെ വയറു നിറയ്ക്കാനും ഇനി ആനപ്രേമികളുണ്ടാകും. ആനയും ചങ്ങാതിമാരും എന്ന കൂട്ടായ്മയാണ് തെരുവിലെ വിശക്കുന്ന വയറുകൾക്ക് അന്നമൊരുക്കി നൽകി ശ്രദ്ധേയമാകുന്നത്. ആനകളെ ജീവന തുല്യം സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ് ആനയും ചങ്ങാതിമാരും. ആനക്കാര്യങ്ങളിൽ സജീവമായ ഈ കൂട്ടായ്മയുടെ സാമൂഹ്യ പ്രതിബദ്ധത വിളിച്ചോതുന്ന പൊതു കാൽവയ്പിനാണിപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. പൊതിച്ചോറ് കൂട്ടായ്മയുടെ സഹകരണത്തോടെ തെരുവോരങ്ങളിൽ കഴിയുന്നവരുടെ വിശപ്പടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആനയും ചങ്ങാതിമാരും ഈയൊരു ദൗത്യത്തിലേക്കിറങ്ങിയത്. കേരളത്തിൽ 4500ഓളം അംഗങ്ങളുള്ള കൂട്ടായ്മ
സംസ്ഥാന തലത്തിലാണ് പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ആനപ്രേമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ആനകളെയാണ് കൂട്ടണത്. തെരുവിലെ സഹോദരന്മാരെ കാണാണ്ട് ആനകളെ മാത്രം കൂട്ടിക്കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ അവരും കൂടിയും ഒന്ന് ഭക്ഷണം കൊടുക്കുക, ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കുക, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാ ജില്ലകളിലും പ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാകും പൊതിച്ചോറ് വിതരണം ചെയ്യുക. അതത് കേന്ദ്രങ്ങളിലെ സന്നദ്ധ വീടുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന പൊതിച്ചോറ് വാഹനങ്ങളിൽ എത്തിച്ച് കൂട്ടായ്മ നേരിട്ട് വിതരണം ചെയ്യും. എല്ലാ ഞായറാഴ്ചകളിലും നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതിക്ക് ജില്ലയിലും മികച്ച പൊതുജന പിന്തുണയാണ് ലഭിക്കുന്നത്. ഇനി എല്ലാ ആഴ്ചകളിലും നമ്മൾ ഇതേപോലെ ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതിച്ചോറ് എന്തായാലും നിർത്തില്ല, എല്ലാവർക്കും പൊതിച്ചോറ് കൊടുക്കും. അതിന് വീട്ടുകാർ നമ്മുടെ ഒപ്പം കൂടെ തന്നെയാണ്. ഇളയരാജ എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര ലോകത്തെത്തിയ ബാലതാരങ്ങളായ ആർദ്ര, ആദിത്ത്, യുവഗായിക ഏഞ്ചൽ എന്നിവർ ചേർന്നാണ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചത്. ഇത്തരമൊരു സദ് പങ്കാളികളായതിലെ സന്തോഷവും അവർ പങ്കുവച്ചു. ഇത്രയും നല്ലൊരു ഇതിൽ ഉൾപ്പെടാൻ പറ്റിയതിന് ഒരു വലിയ നന്ദി പറയാണ്. ഭയങ്കര ഇഷ്ടമായി. തേക്കിൻകാട് മൈതാനം, ശക്തൻ നഗർ എന്നിവിടങ്ങളിലെത്തിയ സംഘം ദാഹജലവും 100ഓളം പൊതിച്ചോറുകളുമാണ് ആദ്യ ദിനത്തിൽ വിതരണം ചെയ്തത്. തൃശൂരിന് പുറമെ കുന്നംകുളം, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലും ഈ കൂട്ടായ്മയുടെ പൊതിച്ചോറുകൾ ഇനിയുള്ള ഞായറാഴ്ചകളിൽ തെരുവു മക്കൾക്കായി എത്തും. TCV തൃശൂർ. തൃശൂർ അതിരൂപത CLCയുടെ ആഭിമുഖ്യത്തിൽ 457ാമത് ലോക CLC ദിനം ആഘോഷിച്ചു. അരണാട്ടുകര സെന്റ് തോമസ് ദേവാലയം ഹാളിൽ നടന്ന ആഘോഷം അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത CLC പ്രസിഡന്റ് ജോമി ജോൺസൺ അധ്യക്ഷത വഹിച്ചു. അരണാട്ടുകര ഇടവക വികാരി ഫാദർ ഡോക്ടർ ബാബു പാണാട്ടുപറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അതിരൂപത CLC പ്രൊമോട്ടർ ഫാദർ ജിയോ തെക്കിനിയത്ത്, ഫാദർ ഫ്രജോ വാഴപ്പള്ളി, ജസ്വിൻ സാജു, ഫാദർ മാത്യു വെട്ടത്ത്, ബിനേഷ് കൊളങ്ങാടൻ, ബാബു അതിയുന്തൻ എന്നിവർ സംസാരിച്ചു. നാടെങ്ങും ജലക്ഷാമത്തിന്റെ പിടിയിലമരുമ്പോൾ ജലസമൃദ്ധമായ ഒരു കുളം നാശത്തിന്റെ വക്കിൽ. ആളൂർ പഞ്ചായത്തിലെ താഴേക്കാട് പ്രദേശത്തുള്ള ചക്കംകുളമാണ് അവഗണനയിൽ നശിക്കുന്നത്. ആളൂർ പഞ്ചായത്തിലെ 16, 22 വാർഡുകളിൽ കിണറുകളിലെ ജലവിധാനം നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന പൊതുകുളമാണ് താഴേക്കാടുള്ള ചക്കംകുളം. ബണ്ട് ഇടിഞ്ഞും ചളിയും പാഴ്ചെടികളും നിറഞ്ഞും നാശോന്മുഖമായി കിടന്ന കുളം കുറെ വർഷം മുൻപ് കരിങ്കൽ കെട്ടി സംരക്ഷിച്ചിരുന്നു. 1/2 ഏക്കറിലേറെ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കുളം വേനൽക്കാലത്ത് പ്രദേശവാസികൾ കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും കന്നുകാലികളെ കുളിപ്പിക്കാനും ഉപയോഗിച്ചു വരുന്നതാണ്. വേനൽ രൂക്ഷമായി കുളത്തിൽ ജലനിരപ്പ് താഴുമ്പോൾ ചാലക്കുടി ജലസേചന പദ്ധതിയിലെ വലതുകര കനാലിൽ നിന്ന് വെള്ളമെത്തിച്ചാണ് കുളത്തിലെ ജലസമൃദ്ധി നിലനിർത്താറുള്ളത്. എന്നാൽ ഈ വർഷം ശരിയായ തോതിൽ കുളത്തിലേക്ക് കനാൽ വെള്ളം എത്തിച്ചിട്ടില്ലെന്ന് പ്രദേശവാസിയായ ഷിജു പറഞ്ഞു. ഇന്നിപ്പോൾ ഇവിടെ ഈ ചുറ്റുവട്ടത്തുള്ള കിണറുകളിലും മറ്റും വെള്ളത്തിന് വലിയൊരു ആശ്രയമായിരുന്ന ഈ കുളം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. പഞ്ചായത്തിനും അധികാരികൾക്കും വാർഡ് മെമ്പർക്കും പലവട്ടം പരാതികൾ നൽകിയിരുന്നെങ്കിലും ഇതുവരെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ് നിലനിൽക്കുന്നത്. സമയോചിതമായ അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതിനെ തുടർന്ന് കുളത്തിനു ചുറ്റുമുള്ള കരിങ്കൽ കെട്ട് പല ഭാഗത്തും തകർന്നു കിടക്കുകയാണ്. കുളത്തിലേക്ക് ഇറങ്ങാനായി നിർമ്മിച്ച പടവുകളും ഇടിഞ്ഞു നശിച്ച നിലയിലാണ്. 2 പതിറ്റാണ്ടു മുൻപ് വരെ സമീപത്തെ വെങ്കുളം പാടശേഖരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ഇറക്കിയിരുന്നത് ചക്കംകുളത്തെ ആശ്രയിച്ചായിരുന്നു. കുളം നവീകരിച്ചാൽ മേഖലയിലെ ജലക്ഷാമം പരിഹരിക്കാനാകുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. TCV ന്യൂസ്, കൊടകര. ദുരിതം തീർത്ത പ്രളയകാലം കഴിഞ്ഞ് 7 മാസം പിന്നിട്ടിട്ടും ക്യാമ്പിൽ തുടരുന്ന കുടുംബത്തിന് ഒഴിഞ്ഞുപോകാൻ അധികൃതരുടെ അന്ത്യശാസനം. തളിക്കുളം കച്ചേരിപ്പടി അംബേദ്കർ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ കഴിയുന്ന കുടുംബമാണ് താമസിക്കാൻ ഒരിടം തേടുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ സംസ്ഥാനത്തുണ്ടായ പ്രളയക്കെടുതികൾ അനുഭവിച്ചവരാണ് തളിക്കുളം കച്ചേരിപ്പടി മേപ്പറമ്പിൽ അശോകന്റെ കുടുംബം. തളിക്കുളം ഹൈസ്കൂളിലെ ക്യാമ്പിലായിരുന്നു അശോകൻ അടക്കമുള്ള ഏതാനും കുടുംബങ്ങൾ. പിന്നീട് അശോകൻ ഉൾപ്പെട്ട 5 കുടുംബങ്ങളെ കച്ചേരിപ്പടി അംബേദ്കർ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിലെ ക്യാമ്പിലേക്ക് മാറ്റി. വില്ലേജ് ഓഫീസ് മുഖേന അരിയും പലവ്യഞ്ജനങ്ങളും ഗ്യാസും വരെ ലഭിച്ചു. തൽക്കാലം മറ്റൊരിടത്തേക്കും മാറേണ്ടതില്ലെന്ന് ഗീതാഗോപി MLAയുടെ ഉറപ്പും ഇവർക്ക് ലഭിച്ചു. ഏതാനും മാസം മുമ്പ് ക്യാമ്പിലുണ്ടായിരുന്ന മറ്റു കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കഴിഞ്ഞ ദിവസം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത അടക്കമുള്ളവർ ക്യാമ്പിൽ നിന്നും ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടതായി ചന്ദ്രിക അശോകൻ പറയുന്നു. ഒഴിഞ്ഞുപോകാൻ തയ്യാറായില്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് നീക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ചന്ദ്രിക പറയുന്നു. ഞങ്ങൾ MLA പ്രകാരം ഞങ്ങളുടെ കൂടെ നിന്നത്.
ML എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഈ കലക്ട്രേറ്റിലേക്ക് അപേക്ഷ കൊടുക്ക്, നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന അതും പറഞ്ഞ് ഞങ്ങളിവിടെ നിർത്തി. ഇത്രയും ഈ 6 മാസത്തിനുള്ളിൽ ഒരു വർത്താനം ഇല്ല ഇവർ. അപ്പോൾ പഞ്ചായത്തിൽ രണ്ടാമത് ഇവർ എൻ്റെ ഭർത്താവ് ഫോം വയ്ക്കാൻ പഞ്ചായത്തിൽ ചെന്നപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു അശോകൻ്റെ പേരൊന്നും ഇതിലില്ല, അടുത്ത മാർച്ചോട് കൂടി നിങ്ങൾക്ക് എല്ലാവരും ശരിയാവും. അന്ന് അപ്പോൾ ഒരു വാക്ക് അവർ പറയാറുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ എങ്ങനെയെങ്കിലും അതിനെ കൈയും കാലും പിടിച്ചെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോരാ. അന്നൊന്നും ആരും പറഞ്ഞില്ല. ക്യാമ്പിൽ ഒപ്പം കഴിയുന്ന മകളെയും അധികൃതർ ഭീഷണിപ്പെടുത്തി. സ്വന്തമായി ഒരു ഭൂമി പോലും ഇവർക്കില്ല. തൊഴിലുറപ്പ് ജോലി ചെയ്തുള്ള വരുമാനം പോലും കിട്ടാൻ വൈകിയിരിക്കെ എങ്ങോട്ടാണ് താമസം മാറേണ്ടത് എന്ന ആശങ്കയിലാണ് അശോകന്റെ കുടുംബം. TCV ന്യൂസ്, തൃപ്രയാർ. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. പുതുക്കാട് പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ നിന്നും ബില്ലിൽ കൃത്രിമം കാട്ടിയും ജീവനക്കാരെ കബളിപ്പിച്ചും 10 ലക്ഷത്തോളം രൂപയുമായി കടന്നുകളഞ്ഞ യുവാവിനെ ചാലക്കുടി ഡിവൈഎസ്പി കെ ലാൽജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടി. കോഴിക്കോട് സ്വദേശി ചള്ളവീട്ടിൽ ചന്ദ്രന്റെ മകൻ സനീഷാണ് ഒളിവിൽ കഴിയുന്നതിനിടെ പിടിയിലായത്. പുതുക്കാട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രിയിൽ ബില്ലിംഗ് വിഭാഗം മേധാവിയായാണ് 1 വർഷം മുൻപ് സനീഷ് ചുമതലയേൽക്കുന്നത്. ക്രമേണ ആശുപത്രി മാനേജ്മെന്റിന്റെ വിശ്വസ്തനായ ഇയാൾ രോഗികൾ പണമടയ്ക്കുന്ന ബില്ലുകളിൽ കൃത്രിമം കാട്ടി പലപ്പോഴായി ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത്. പുതുക്കാട് CI CJ മാർട്ടിൻ, SI K മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. വടക്കാഞ്ചേരിയിൽ വ്യാജ തേൻ നിർമ്മാണം. പോലീസ് എത്തിയോടെ പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. തേൻ നിർമ്മിക്കാൻ ഉപയോഗിച്ച സാമഗ്രികളും മറ്റുപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു. സ്റ്റാർ കോംപ്ലക്സിന് പുറകിലെ കെട്ടിടത്തിന്റെ 2ാം നിലയിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ വ്യാജ തേൻ നിർമ്മിച്ചിരുന്നത്. വടക്കാഞ്ചേരി SI അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് തിരച്ചിൽ നടത്തിയത്. ബൈക്കിൽ പോവുകയായിരുന്ന യുവാവിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസിൽ 2 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കുരിക്കുഴി സ്വദേശികളായ പുതിയ വീട്ടിൽ ബിലാൽ, വലിയകത്ത് സുനീർ എന്നിവരെയാണ് SI റിയാസ് ചാക്കീരിയും സംഘവും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച കൊപ്രകളത്ത് വെച്ച് കുരിക്കുഴി ആശാരിക്കയറ്റം പണിക്ക് വീട്ടിൽ ഇജാസിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. അവധി ദിനങ്ങളിലെ മുങ്ങിമരണങ്ങൾ തുടർക്കഥയാകുന്നു. ചന്ദ്രാപ്പിനിയിലും കൊടകരയിലും വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. പഴയന്നൂരിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് 5 വയസ്സുകാരി മരിച്ചു. സംസ്ഥാനത്ത് സൂര്യാഘാത സൂര്യതപ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ചൊവ്വാഴ്ച വരെ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. തിരുവോരങ്ങളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾക്കും ശീതളപാനീയങ്ങൾക്കുമെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഭൂരിഭാഗം സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് അനുമതിയില്ലാതെയെന്ന് കണ്ടെത്തൽ. ഓപ്പറേഷൻ കോൾ ഡബിൾ പദ്ധതി പ്രകാരം ചെയ്ത നെൽകൃഷി കൊയ്ത്തിനു മുൻപ് വെള്ളത്തിലാവുമെന്ന് ആശങ്ക. 2ാം പൂ വിളവെടുപ്പ് പൂർത്തിയാകും വരെ വിള ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കണമെന്ന് കർഷകർ. ന്യൂസിലാൻഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊടുങ്ങല്ലൂർ സ്വദേശിനി അൻസിയുടെ മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലെത്തിക്കും. ഖബറടക്കം ചേരമാൻ ജുമാ മസ്ജിദിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് Joy Alucas.